ഞാൻ ഹരിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ഡൗട്ട്സും അല്ലെങ്കിൽ കുറച്ച് കമൻറ്റ്സ് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അത് വിത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പ്രീവിയസ് വീഡിയോസിന് അടിയിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മാക്സിമം എന്നെ കൊണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടെ ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞാൻ എൻ്റെ അറിവും ഞാൻ എനിക്ക് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടോ മൈഗ്രേഷൻ ഏജൻസിൻ്റെ സൈറ്റൊക്കെ റെഫർ ചെയ്തിട്ടാണ്. പക്ഷേ നിങ്ങളാണ് വരാനുള്ളത്, നിങ്ങൾക്കാണ് സംശയമുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് സമയം കണ്ടെത്തിയിട്ട് അതൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രം കാണാമെന്നുള്ളതല്ല, ഇതാണെല്ലാം റൈറ്റ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലും എനിക്ക് അറിയുന്ന കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. സോ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിനകത്ത് പൈൽസ്, PR, പാർട്ട് ടൈം, എൻ്റെ കോഴ്സ് റിലേറ്റഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ദയവ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇടാണ്ടിരിക്കുക. കാരണം ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ചോദിച്ചാൽ ഞാനിങ്ങനെ ചാറ്റ് ചെയ്യേണ്ടി വരിക. ഒരു സംശയം ചോദിച്ചാൽ അത് തീരുന്നില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാനത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാണ്. കാരണം എൻ്റെ കുറേ ടൈം അത് കാരണം പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാവും ഞാൻ വിചാരിക്കണം. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റ് ഇട്ടാൽ എനിക്കൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾക്കും അതുപോലെ അതേ സംശയമുള്ള കുറേ പേർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല സണ്ണി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. പുറത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാനങ്ങനെ എൻ്റെ ക്ലാസ്സൊക്കെ രാവിലത്തെ ഒരു സെഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നതാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു സെംല വാങ്ങിച്ചു. ഇത് കോഫിയാണ്. നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ സെംല കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എന്താ ഡ്രസ്സ് മാറിയെന്നായിരിക്കില്ലേ. വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ ഇൻട്രോ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടു എന്നുള്ളത് ഞാൻ ഓർത്തത്. സോ ഞാൻ എൻ്റെ പേരെന്ന് പറയാം. കുറേ പേര് വന്നിട്ട് പേരെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പം അഹൽദിത ഷൈമ സുരേഷ് എന്ന് പേരുള്ളതുകൊണ്ട് പലരെയും വിചാരം എൻ്റെ പേര് ഷൈമ എന്നാണെന്നാണ്. അത് ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ പേരാണ്. എൻ്റെ പേര് അഹൽദിത എന്നാണ്, ദിത എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ദിതാസ് ലിറ്റിൽ സ്പേസ് എന്നുള്ള ഈ ഒരു ചാനലിൻ്റെ പേരിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ സോ എൻ്റെ പേര് ദിത എന്നാണ്, അല്ലെങ്കിൽ അഹൽദിത എന്നാണ് എൻ്റെ പേര്, ദിത എന്ന് വിളിക്കാം. പിന്നെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എത്ര വയസ്സായിരുന്നു. എനിക്കിപ്പോൾ കറൻറ്റ്ലി 24 ആണ്. ഈ കൊല്ലം 25 ആവും. ഓക്കെ, ഞാനിപ്പോൾ സ്വീഡനിൽ ലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലാണ് ഉള്ളത്. ലുണ്ട് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. ആൻഡ് സ്വീഡനിലെ സദേൺ പാർട്ടിലുള്ള ഒരു സിറ്റിയാണിത്. ഒരു സ്റ്റുഡൻറ് ടൗൺ ആണ്. ഞാനിപ്പോൾ ഇവിടെ സ്വീഡനിൽ എത്തിയിട്ട് കറക്റ്റ് 6 months ആയി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത് 27th നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന Q&A ഭാഗം ഇന്നലെ 26-ാം തീയതിയാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിപ്പോൾ സ്വീഡനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 6 months ആയി. ആൻഡ് ഞാനിവിടെ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് ആണ്. ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ നാട്ടിൽ കഴിഞ്ഞത് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ട്രിപ്പിളി ഞാൻ നാട്ടിൽ കുസാറ്റ് എന്നാണ് കഴിഞ്ഞത്. ആലപ്പുഴ ക്യാമ്പസിൽ നിന്ന്, കുസക്ക് ക്യാമ്പസിൽ നിന്നാണ് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ എനിക്ക് ചോദിക്കുന്നത്, ഓക്കെ, ഞാൻ പഠിക്കുന്ന കോഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. അതിൻ്റെ കുറേ മെസ്സേജസ് വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് കോഴ്സാണ്. ഞാൻ പഠിക്കുന്ന ഒരു മിക്സ് ഓഫ് കുറേ ബ്രാഞ്ചസ് ആണ്. മെക്കാനിക്കൽ ഗിൽഡാണ് എൻ്റെ ഗിൽഡ് വരുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചത് നാട്ടിൽ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ മെക്കാനിക്കലിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത്. ആൻഡ് അതിലൊരു മിക്സ് ഓഫ് നമുക്ക് ആർക്കിടെക്ചറിൻ്റെ ഡിസൈൻ പാർട്ട് വരുന്നുണ്ട്, ആൻഡ് ഇലക്ട്രിക്കലിൻ്റെത് വരുന്നുണ്ട്. ഇലക്ട്രിക്കലാണ് ഇപ്പോൾ എനർജി ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ. അത് വരുന്നുണ്ട്. ആൻഡ് സസ്റ്റൈനബിലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാം ഇപ്പോൾ പവർ ജനറേഷൻ ആണെങ്കിലും അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാം അതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതേപോലെ തന്നെ ഡിസൈൻ, ആർക്കിടെക്ചറിന് ഒരു കാര്യം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോളാർ പാനൽ ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യം, അതൊക്കെ ഡിസൈൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ്. സോ അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ തന്നെയാണ്, സെക്കൻഡ് ഇയർ ആയിട്ടില്ല. സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു സെമസ്റ്റർ ഞാൻ ഓൾറെഡി കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്റർ ഒരു പകുതിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു മെയ് വരെയാണ് ഈ സെമസ്റ്റർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു കൊല്ലം ഇവിടുത്തത് കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൂടി ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2-year കോഴ്സാണ്. സോ എനിക്ക് വേണ്ടത് 120 credits ആണ് ഈ കോഴ്സ് ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ബേസിക്കലി എനിക്ക് പറയാനുണ്ടായിരുന്ന ഇൻട്രോ കാര്യങ്ങൾ. ആൻഡ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം അതിന് മുന്നേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ചോദിക്കാം. ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോൻ്റെ എൻഡിലേക്ക് പറയുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ ആയ സ്ഥിതിക്ക് നിങ്ങൾ ബാക്കി ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള Q&A കണ്ടോളൂ. ആദ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീനിൽ കൊടുക്കാം. അതെന്നെ നന്നായിട്ട് അറിയുന്ന ആരോ ചോദിച്ചിട്ടുള്ളതാണ്. വീട് മിസ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് വീട് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോകണമെന്ന തോന്നൽ വരാറുണ്ടോ? ഭയങ്കരമായിട്ട് വരാറുണ്ട്. ബൈ ദ ബൈ എന്നാണ് ഈ നാട്ടിലോട്ട് ആഫ്റ്റർ 1 year ആണോ? യെസ്, മിക്കവാറും അപ്പോഴേക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വരാനാകുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. സിസ്റ്റർ ഇപ്പോൾ 10th അവൾക്ക് ഇന്നാന്ന് തോന്നുന്നു അവൾക്ക് ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് 26th. നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്. പിന്നെ ബോയ് ഫ്രണ്ട് സ്വീഡനിലാണോ ചോദിക്കേണ്ടത്? അല്ല,
ഓക്കെ, അതോടെ ആ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്താണ്. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഡിപ്രസ്ഡ് ആയിട്ട് തോന്നാറുണ്ടോന്ന്? ഡിപ്രസ്ഡ് എന്നൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ എനിക്ക് പൊതുവെ ഇവിടെ വന്നതിന് ശേഷം എന്നുള്ളതല്ല, എനിക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലിങ്ങനെ വലിയ പിന്നെ നാട്ടിലൊന്നെങ്കിൽ അങ്ങനെ വലിയ സ്ട്രെസ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഉണ്ട് ചെറിയ ചെറിയ രീതിയിൽ. പക്ഷെ ഇവിടെ വന്നേരെ വളരെ അധികം അത് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ടല്ല, ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കായിട്ട് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, മലയാളീസ്. അപ്പോൾ എനിക്കൊരു വിഷമം വന്ന് എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എനിക്ക് വിളിച്ചാലും കിട്ടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് ഈസി ആവുന്നുണ്ട്. ബട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പം ആണ് നമ്മൾ പലതും ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കുറേ സമയം ചിലപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാനുണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് സമയമില്ല എന്നുള്ളൊരു തോന്നലും നമുക്ക് വരും. അതാണ് ഇപ്പം എൻ്റെ ഒരു സ്റ്റേറ്റ്. എനിക്ക് സമയമുണ്ടോ വെച്ചാൽ എനിക്ക് സമയമുണ്ട്, പക്ഷെ എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതിൻ്റെ വിഷമത്തിലായിരിക്കും. ഞാൻ വിഷമിക്കാനാണ് ആ ടൈം മാറ്റി വെക്കുന്നത്. സോ ഞാനത് മെല്ലെ അതിൽ നിന്ന് മാറാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സണ്ണൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് സന്തോഷം വരുന്നുണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ബട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ലിങ്ക്ഡിൻ, പിന്നെ ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. അതൊക്കെ വഴി നമുക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം യൂഷ്വലി ഇപ്പോൾ സമ്മർ ജോബ്സ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് സ്വീഡിഷ് ആൾക്കാരെയാണ്. എൻ്റെ സീനിയേഴ്സിനോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ കേട്ടു. കാരണം ഞാനിവിടെ ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്ത് സമ്മർ ഇന്റേൺഷിപ്പ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ ആർക്കാട് നമുക്ക് ജോബ് ഫെയർ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പം പലരും പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ടും സ്വീഡിഷ് ആൾക്കാരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് അധിക ഇന്റേൺഷിപ്പിനും അവർ സ്വീഡിഷ് ചോദിക്കുന്നുണ്ട്. സോ അതൊരു പ്രശ്നമാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഇന്റേൺഷിപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ലിങ്ക്ഡിനൊക്കെ വഴി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ തോന്നുന്നു യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കണക്ഷൻസ് ഉണ്ടാവും. ആൾക്കാർക്ക് റെഫറൽ തരാൻ പറ്റും. അപ്പം ആൻഡ് പിന്നെ എനിക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിത് ഒരു നെഗറ്റീവ് കാര്യമായിട്ട് എടുക്കരുത്. നാട്ടിലെ പല ഏജൻസീസും ഇവിടേക്ക് വന്നാൽ അടിപൊളിയാണ്, ഭൂമിയിലെ സ്വർഗമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പരസ്യം അവരുടെ ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കാനുള്ള. അവർക്ക് ആൾക്കാർ ഇവിടെ എത്തിച്ചാൽ മതി, ഇവിടെ വന്നിട്ട് ജീവിക്കേണ്ടതും സ്ട്രഗിൾ ചെയ്യേണ്ടതും നമ്മളാണ്. സോ ഒരു ധാരണ ഉണ്ടാവുക, ഇവിടെ വന്നാൽ പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം കിട്ടില്ല എന്നോ പെട്ടെന്ന് തന്നെ ജോലി കിട്ടില്ല എന്നോ പഠിക്കാനുള്ളത് ടഫായിരിക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അതല്ല, നിങ്ങൾക്ക് എങ്ങനെയും ഒന്ന് വന്ന് സെറ്റിൽ ആവണമെന്നാണെങ്കിൽ കഴിവതും ലെസ് സിലബസ് ഉള്ള അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ടുള്ള കോഴ്സസ് എടുക്കാണ്ടിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, എത്രത്തോളം സത്യം എനിക്കറിയില്ല, ഹാംസ്റ്റേഡിൽ യോൺ ഷോപ്പിങ്ങിലേക്കൊക്കെയാണ് കൂടുതലും മലയാളീസ് വരുന്നത്. കാരണം അവിടെ കോഴ്സിൻ്റെ സിലബസ് കുറച്ചുകൂടെ ലൈറ്റ് ആണെന്ന്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി കേട്ട് വരികയാണെങ്കിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് തന്നെ പ്രിഫർ ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലുണ്ട് യൂണിവേഴ്സിറ്റി, KTH, ഉപ്സല, ചാൽമേഴ്സിലൊക്കെ കുറച്ചുകൂടെ ടഫാണ് സിലബസ് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇപ്പം ഞാൻ പഠിക്കുന്ന ഒരു കോഴ്സിനെ പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കറിയാം നല്ല ടഫാണ്. നമുക്ക് അതിലേക്ക് വരാം. ശ്രുതിയാണ് നീൻ്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാർച്ചിൽ ഓഫർ ലെറ്റർ വന്നിട്ട് പിന്നെ എപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തതെന്ന്. മാർച്ചിൽ ഓഫർ ലെറ്റർ വന്നു. എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം നമ്മൾ വന്ന് ജോയിൻ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 15-നാണ് അറൈവൽ ഡേ, അല്ലെങ്കിൽ ഓറിയന്റേഷൻ വീക്കാണ് ഓഗസ്റ്റ് 15 മുതൽ ഒരു 26 വരെ എന്തോ. 28-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമുക്കൊരു ഡെഡ് ലൈൻ തന്നിരുന്നു സെപ്റ്റംബർ 4 വരെ, 4 സെപ്റ്റംബർ 5 വരെ. 5-നുള്ളിൽ നമ്മൾ വന്ന് ജോയിൻ ചെയ്യണമായിരുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ സീറ്റ് പോകും. അതാണ് ഓക്കെ അങ്ങനെ. സോ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒരു 4 മാസം ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ വിസ പ്രോസസ്സിങ് അതൊക്കെ നടക്കുക. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ കുറച്ച് മെൻ്റലി എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോയുടെ മുന്നത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടോക്കൂ, ലിങ്ക് ഞാൻ കൊടുക്കാം. സോ അതാണത്. ഈ വീഡിയോ എത്ര ലോങ് ആയിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ. മാക്സിമം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്യും. സോ ലോങ് ആയാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇത് ഇടുക. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ വേറെ പറയണില്ല. ഓക്കെ, ഹായ് ചേച്ചി, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നത്. സോ എനിക്ക് ഇങ്ങനെ പുറത്ത് പോയി പഠിക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ചേച്ചി +2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാനാണോ മൂവ് ഔട്ട് ചെയ്തത്? ഞാൻ അവിടെ പോകുമ്പോൾ ലാംഗ്വേജ് പഠിക്കണം എന്നൊക്കെ റൂൾ ഉണ്ടായിരുന്നു. ഒരു ക്യാൻ യു ഡു ഓൾ ഡൗട്ട്സ് ആസ് എ വീഡിയോ പ്ലീസ്? ഓക്കെ, ഞാൻ ഡിഗ്രി ചെയ്യാനല്ല വന്നത്, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് വന്നത്. ഞാൻ നാട്ടിലാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ BTech കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നതിനേക്കാളും നല്ല ഓപ്ഷൻ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ളതായിരിക്കും. അതിന് 2-3 റീസൺസ് ഉണ്ട്. ബാച്ചിലേഴ്സിൻ്റെ ഒരു ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ യങ് ആണ്. അപ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് എത്രയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അറ്റ് ദ സെയിം ടൈം അതിനൊരു പ്രോ സൈഡ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ബാച്ചിലേഴ്സ് പോലെ ആയിരിക്കില്ല ഇവിടുത്തെ ബാച്ചിലേഴ്സ് എന്ന് എനിക്ക് തോന്നും. കാരണം ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് അറിയാം. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സിലെ ആ ഒരു ട്രാക്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ അത് എന്തായാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു മെൻ്റൽ സെറ്റ്, ഇപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല ഞാനൊരു ബാച്ചിലേഴ്സ് പഠിക്കേണ്ട ഏജിൽ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ചിലപ്പോൾ ചെയ്തേനെ. പക്ഷേ
ചിലപ്പോൾ ഒത്തിരി വിഷമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി എക്സ്പെൻസ് വരും ബാച്ചിലേഴ്സ് ചെയ്യാൻ. സോ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ചോയ്സ് നിങ്ങളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സ് ചെയ്യാൻ പോകണമെന്നുണ്ട്, നിങ്ങൾ അതിൽ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ വെച്ചാൽ അതിന് പോവാം. ആൻഡ് ഓൾസോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളെ കൂട്ടിനൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ കണക്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതാണ് എനിക്കിവിടെ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സോ പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം, ഞാൻ ലാംഗ്വേജ് പഠിച്ചിട്ടല്ല വന്നത്. ഞാൻ ഡുവോലിംഗോയിൽ കുറച്ച് കാലം ഇങ്ങനെ സ്വീഡിഷ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നല്ലാണ്ട് ഞാനങ്ങനെ ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് കാര്യമായിട്ട് ലാംഗ്വേജ് ഒന്നും അറിയില്ല. അങ്ങനെ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ടൊന്നും എനിക്കിവിടെ വന്നേരം ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ റീസെൻ്റ് എനിക്കൊരു സ്റ്റഡി വിസിറ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റഡി വിസിറ്റ് സോളാറിൻ്റെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെയുള്ള പുള്ളിക്കാരൻ സ്വീഡിഷിലാണ് പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ യൂറോപ്യൻസിനൊക്കെ കുറേ ലാംഗ്വേജസ് അറിയായിരിക്കും. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ജർമ്മൻ, ഇപ്പോൾ മാരിയോനൊക്കെ അവൻ്റെ സ്പാനിഷ് അറിയാം, ജർമ്മൻ അറിയാം, ഫ്രഞ്ച് അറിയാം, കുറച്ച് സ്വീഡിഷ് അറിയാം, അങ്ങനെ ഏതൊക്കെയോ ഭാഷ അറിയാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അത് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അന്തമായിട്ട് നിൽക്കണം. ബട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള പ്രോഫ് സ്വീഡിഷ് അറിയാം. അപ്പോൾ സ്വീഡിഷ് പറഞ്ഞ ആളെടുത്തുന്ന അയാൾ മനസ്സിലാക്കി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും നമുക്ക്. അങ്ങനെയാണ് അത് നടന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ സ്വീഡിഷ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല. ഇത്രയും കാലം ഇപ്പം ഞാൻ 6 മാസം ഇവിടെ വന്നിട്ട്, ഇനി കറക്റ്റ് 6 മാസമായി. ഇതുവരെ എനിക്ക് അങ്ങനെ സ്വീഡിഷ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ജോബ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. കാരണം ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ഇന്റേൺഷിപ്പ് കുറേ എണ്ണം സ്വീഡിഷ് അറിയുമോ എന്ന് ചോദിക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അങ്ങനെ ഓക്കെ. റെന്റ് ആൻഡ് ഫുഡ് എക്സ്പെൻസ് ചേർത്ത് ഒരു ആവറേജ് ലിവിങ് എക്സ്പെൻസ് 1 സെമസ്റ്റർ എത്ര ആയി എന്ന് പറയും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 സെമസ്റ്ററിനല്ല, എനിക്കൊരു 1 മന്തിൽ റെന്റ് എനിക്ക് വരുന്നത് 4184 സെക്കാണ്. ഫുഡ് എക്സ്പെൻസ് ഒരു 2000 to 2500 സെക്കാണ് മന്ത്ലി വരുന്നത്. ആൻഡ് അതാണ് എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ മന്ത്ലി പാസ് എടുക്കുകയാണെങ്കിൽ ഒരു 400 ക്രോൺസ്. എൻ്റെ ഒരു മന്ത്ലി എനിക്കൊരു 7000-8000 ഉള്ളിലാണ് എൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നത് കേട്ടോ. പിന്നെ സെമസ്റ്റർ ഫീസ് എന്ന് പറയുന്നത് 6 lakh സംതിങ് ആണ്. 6,26,000 എന്തോ ആണ് ഇന്ത്യൻ രൂപയിൽ വരുന്നത്. സോ അതാണ് അത്. അഡ്മിഷൻ റിസൾട്ട് വന്നാൽ 1 year ഫീ ആണോ പേ ചെയ്യേണ്ടത്? അല്ല, 1 സെമസ്റ്റർ ഫീ ആണ് പേ ചെയ്യേണ്ടത്. ഒരു 6.5 ലക്ഷത്തിന് 5 മുതൽ 6.5 അത് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ചില കോഴ്സിനൊക്കെ 5 lakhs ആണ് സെമസ്റ്റർ ഫീസ് വരുന്നത്. എൻ്റെ കോഴ്സിന് 6,30,000 അടുത്താണ്. Okay, very good. Cheji, how much comfortable for Malayalis is the Western hygiene system like waterless toilets, tissues and periods have to use ഒരു വീഡിയോ ചെയ്യാമോ? ഓക്കെ, ഈ കുട്ടി എനിക്ക് 1-2 പ്രാവശ്യം ഇതേ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെ ഒരു കൾച്ചറൽ ഷോക്കിൻ്റെ വീഡിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഈ ഒരു സിറ്റുവേഷനിലില്ല. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം യൂറോപ്പിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം കുറേ വീഡിയോസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 കൊല്ലം മുന്നേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അപ്പോൾ വിചാരിക്കുന്നു ഞാൻ എപ്പോഴും പോവാണെങ്കിൽ കൾച്ചറൽ ഷോക്കായി ഫേസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അതത്ര റെലവൻ്റ് അല്ല ഇപ്പോൾ. പക്ഷേ ഈ വെസ്റ്റേൺ ഹൈജീനിൻ്റെ വാട്ടർലെസ് ടോയ്ലറ്റ്സ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഇങ്ങോട്ട് വരുമ്പം. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് അറിയാം. നമുക്കത് പുതിയ കാര്യമല്ല ഇവിടേക്ക് വരുമ്പോൾ. അതുകൊണ്ട് അതെനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും ഫസ്റ്റ് ഒരു വീക്കൊക്കെ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടിഷ്യൂ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് ആ ഫോസറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ട്രാവൽ പോർട്ടബിൾ സാധനം. അതെൻ്റെ വാഷ്റൂമിൽ ഇരിക്കേണ്ട അതുണ്ട്. ആൻഡ് പീരിയഡ്സ് ആവുന്ന സമയത്ത്, യെസ് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ്. പീരിയഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ആൾക്കാർ എങ്ങനെയാണ് ഈ ടിഷ്യൂ മാത്രം വെച്ചിട്ട് പീരിയഡ്സിൻ്റെ ബ്ലഡ് വൈപ്പ് ചെയ്ത് കളയണേന്ന്. എനിക്കതിൽ ഭയങ്കര ബുദ്ധിമുട്ടും എന്തോ ഒരു ടിഷ്യൂ വേണമെന്നറിയോ. അപ്പോൾ അത് യെസ് അതുണ്ട്. അത് ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പീരിയഡ്സ് ആവുന്ന ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ ആ പോർട്ടബിൾ സാധനം കയ്യിൽ ബാഗിൽ വെക്കും. പിന്നെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ വാഷ്റൂം, എൻ്റെ റൂമിലല്ല ഞാൻ പറയുന്നത്, യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പബ്ലിക് ബാത്റൂം ആണെങ്കിലും അത്രയും ക്ലീൻ ആയിരിക്കും. നമുക്ക് അതിനകത്ത് കയറി നമുക്കൊരു വൃത്തിയായിട്ട് തോന്നില്ല. നാട്ടിലൊന്നും ഒരു നാട്ടിലൊക്കെ എനിക്കൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നവരെ എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യേണ്ടി വരില്ല. അത്രയും എനിക്ക് പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലതല്ല കേട്ടോ. പക്ഷെ നാട്ടിലുള്ള അവസ്ഥ കാരണം അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല. നമുക്ക് എപ്പോൾ വാഷ്റൂം പോകണമെന്ന് തോന്നുന്ന വാഷ്റൂമിൽ പോകാം. അത്രയും ക്ലീൻ ആയിരിക്കും. പിന്നെ ചില വാഷ്റൂംസ് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, അത്ര സ്പേസ് ഉണ്ടാവില്ല. പക്ഷെ ചിലതിൻ്റെ അകത്ത് നമുക്ക് ബാഗ് തൂക്കിയിടാം, കോട്ട് ഹാങ് ചെയ്തിടാം, എല്ലാത്തിനുള്ള സ്ഥലവും ഉണ്ടാവും. സോ അതത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇപ്പം 6 മാസമായില്ല. അപ്പം ഞാൻ കുറേ ഇതായിട്ട് യൂസ് ചെയ്ത് വന്നു. പക്ഷേ പീരിയഡ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ പീരിയഡ്സ്, മാസത്തിലൊരിക്കൽ വരുന്നതാണ്. അപ്പം അങ്ങനെ ഓക്കെ. അടുത്തത് അവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാൽ ജോബ് ടൈമിൽ ലോക്കൽ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പ്രോബ്ലം ആകുമോ? റിട്ടേൺ പോരേണ്ടി വരുമോ? സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് ജോബ് ടൈമിൽ ലോക്കൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബ് ടൈമിൽ ലോക്കൽ ലാംഗ്വേജ് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഇപ്പോൾ വില്ലീസ് പോലത്തെ ഒരു സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ വർക്കിന് കയറുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം. അപ്പം റിട്ടേൺ പോരേണ്ടി വരുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിട്ടേൺ പോരേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് വേണ്ട ക്രെഡിറ്റ്സ് ആയില്ല ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ, അതിപ്പോൾ നിങ്ങൾ റിട്ടേൺ പോരേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളെ കോഴ്സ് നിങ്ങൾക്ക് പറ്റുന്നില്ല വെച്ചാൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിട്ടേൺ പോകേണ്ടി വരും. അല്ലാണ്ട്
ഫുള്ള് അബദ്ധമാണ്. അല്ലാണ്ട് ലോക്കൽ ലാംഗ്വേജ് അറിയില്ല എന്ന് വെച്ചാൽ സ്വീഡിഷ് അറിയില്ല എന്നുള്ളത് എൻ്റെ മുട്ടി. സ്വീഡിഷ് അറിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾ റിട്ടേൺ പോകേണ്ടി വരുമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. അതെന്തിനാണ് റിട്ടേൺ പോകേണ്ടി വരുന്നത്? നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കുറേ ജോലികളുണ്ടാവും. അതിന് ജോലിക്ക് കിട്ടിയാൽ നമ്മൾ റിട്ടേൺ പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാമല്ലോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഓക്കെ. മാസ്റ്റേഴ്സ് അഡ്മിഷൻ മിനിമം CGPA റിക്വയർമെന്റ്സ് വല്ലതും ഉണ്ടോ എന്ന്? അത് ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും ഓരോ കോഴ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഐ വുഡ് സജസ്റ്റ് ഒരു 7 CGPA ഉണ്ടെങ്കിൽ നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് റാങ്കിങ് കൊടുക്കുക. അതല്ല കുറച്ചും കൂടി CGPA കുറവാണെങ്കിൽ മേ ബി അതിനനുസരിച്ച് റാങ്കിങ് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റീസ് കൊടുക്കുക. പിന്നെ അറ്റ് ദ സെയിം ടൈപ്പ് കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് വരണമെന്നുണ്ടായിരുന്നു. അവർക്ക് 8.8 8.9 അങ്ങനെ എന്തോ CGPA ഉണ്ട്. ബട്ട് അവൾ വേണ്ട വിചാരിച്ച കോഴ്സിന് കിട്ടിയില്ല. സോ ഇപ്പം മേ ബി ഇപ്പോൾ അവൾ 2-3 റീസൺസ് ഉണ്ടായിരുന്നു അവൾ അപ്ലൈ ചെയ്തിട്ടുള്ള കോഴ്സിന്. ഇപ്പം 9th മുകളിൽ CGPA ഉള്ള കുറേ പേരുണ്ടാവാം, അല്ലെങ്കിൽ അവൾ അപ്ലൈ ചെയ്തത് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ കുറേ റീസൺസ് ഉണ്ടാകും. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു 7 ഉണ്ടെങ്കിൽ ഒരു സേഫ് സൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് കോഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ചും ഇരിക്കും. ഓക്കെ. ചേച്ചി അവിടെ സ്വീഡിഷ് മാത്രമേ ആൾക്കാർ സംസാരിക്കുകയുള്ളൂ. ഞാൻ ഓഗസ്റ്റ് ഇൻടേക്ക് എടുത്തിരിക്കുമോ? പാർട്ട് ടൈം ജോബ് കിട്ടാൻ പാടാണോ? പാർട്ട് ടൈമിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലാംഗ്വേജിൻ്റെ കാര്യം കവർ ചെയ്യാം. സ്വീഡിഷ് മാത്രമല്ല ആൾക്കാർ പറയാം എന്നുള്ളത് മാത്രമല്ല, ഇംഗ്ലീഷാണ് ഒരു 95% ആൾക്കാരും ലുണ്ട് ഏരിയയിൽ പറയുന്നത്. എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ എത്രയാണെന്ന് അറിയില്ല, അങ്ങോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് സ്വീഡിഷ് അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വീഡിഷ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇംഗ്ലീഷിലിപ്പോൾ എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരും ഭയങ്കര അടിപൊളി ഇംഗ്ലീഷ് ആയിരിക്കും. അല്ല, എല്ലാവരും പറയുന്നതിലും തെറ്റും ശരിയും ഒക്കെ ഉണ്ട്. പക്ഷെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇപ്പം നമ്മൾ ഗ്രാമർ നോക്കിയിട്ട് സംസാരിക്കണമെന്നൊന്നും ഇവിടെ ഒരു നിർബന്ധമില്ല. ആരും നമ്മളെ ചിരിക്കാനോ കളിയാക്കാനോ ഒന്നും വരില്ല. നമ്മൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അവർക്ക് കാര്യം മനസ്സിലായാൽ മതി. അതിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. സോ അങ്ങനെ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ 3 ഇയർ ഡിഗ്രി അവിടെ പരിഗണിക്കുമ്പോൾ മാസ്റ്റേഴ്സിന് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. നമ്മുടെ നാട്ടിൽ 3 ഇയർ ഡിഗ്രി പറ്റില്ല. ഒരു 4 ഇയർ ഡിഗ്രി എങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവണം. അതല്ല നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 3 കൊല്ലത്തെ ഡിഗ്രി ആണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു മാസ്റ്റേഴ്സും കൂടി എടുത്തിട്ട് ഒരു മാസ്റ്റേഴ്സും കൂടി ഇവിടെ വന്നിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ കേട്ടോ. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് 45 lakhs അടുത്താണ് ടോട്ടൽ എക്സ്പെൻസ്. പെട്ടെന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മുന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ പറയുന്നത് 45 lakhs 25 lakhs എനിക്ക് കോഴ്സ് ഫീസാണ്. 10 lakhs എല്ലാ 2 കൊല്ലവും ലിവിങ് എക്സ്പെൻസ്. ഓക്കെ, അങ്ങനെ 45 lakhs അടുത്താണ് വരിക. കമ്പയർ ടു ഇന്ത്യൻ സിലബസ് ടഫാണോ ഫോർ മാസ്റ്റേഴ്സ്? ഭയങ്കര ടഫാണ്. നാട്ടിലുള്ള ഏജൻസീസ് പലതും പറയും, നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടേക്ക് വർക്കായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുമായിട്ടല്ല, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിനോട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പറ്റുവാണെങ്കിൽ സെയിം കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 1 കൊല്ലത്തെ 2 കൊല്ലത്തെ നിങ്ങൾ സീനിയേഴ്സ് ഉണ്ടാവില്ലേ. അല്ലാണ്ട് നാട്ടിലുള്ള ഏജൻസിക്കാർക്ക് അവരുടെ ലൈഫാണ് നോക്കുന്നത്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അവരെ ജീവിതമാർഗ്ഗം നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കുഴി പോയി ചാടാണ്ടിരിക്കുക. ആ കാര്യത്തിൽ എനിക്ക് TCS എജുവേൾഡിനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. പുള്ളിക്കാരൻ എനിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഹോപ്പും തന്നിട്ടില്ല. സ്ട്രെയിറ്റ് കട്ടായിട്ട് എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അതിനൊരു റീസൺ എനിക്ക് തോന്നുന്നു, പുള്ളി ഇവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ചാൽമേഴ്സിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഇത് എഗെയിൻ ആ ചേട്ടൻ പറഞ്ഞിട്ട് പറയണമെന്നല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ജെനുവൻലി നല്ല എക്സ്പീരിയൻസ് ആണ് TCS വഴി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ഒട്ടും ഹാപ്പൻ ചെയ്യില്ലാത്ത കാര്യങ്ങളൊന്നും പറ്റി എനിക്കൊരു ഹോപ്പും ഉണ്ടായില്ല. എന്നോട് ഇങ്ങോട്ട് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടൈം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന്. ആൻഡ് ഇവിടെയുള്ള 1-2 സീനിയേഴ്സ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും എന്നോട് പറഞ്ഞത് ദിത പാർട്ട് ടൈം ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ മനസ്സിൽ കരുതണ്ട, അത് നടക്കണ്ടാവില്ല. നമ്മൾ പല ഏജൻസികളും സ്വീഡൻ എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യുന്നത് വരെ അൺലിമിറ്റഡ് പാർട്ട് ടൈം എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഓഗസ്റ്റിലൊക്കെ അത് പിന്നെയും 20 hours ആയിട്ട് കട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ അൺലിമിറ്റഡ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അൺലിമിറ്റഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് സമയം വേണ്ടേ? ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു കോഴ്സിന് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ക്ലാസ് ഉള്ള ദിവസം ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എടുക്കുന്ന ഒരു കോഴ്സ് വീക്ക്ലി 5 days ക്ലാസ് ഉണ്ട്. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് അതിൻ്റെ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടാവും. പോട്ടെ, ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് വെച്ചാൽ ഞാൻ കഴിയുന്നതും സാറ്റർഡേയോടെ എങ്ങനെയും തീർക്കാൻ നോക്കും. എന്നിട്ട് സൺഡേ ഞാൻ എനിക്ക് എന്നെ റിലാക്സ് ചെയ്യാനൊരു സമയം കൊടുക്കും. അല്ലാണ്ട് എൻ്റെ ബ്രെയിനും എൻ്റെ മനസ്സും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് എല്ലാവരോടും ദേഷ്യം ഭയങ്കര. ഇപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യില്ല, നമുക്കൊന്ന് ചൂടാണെങ്കിൽ ചൂടാവാം. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് കരയും. അപ്പം നമ്മുടെ മനസ്സിലുള്ള വിഷമമൊക്കെ അങ്ങോട്ട് മാറും.
സി ഞാൻ പറഞ്ഞു വന്നത് കോഴ്സ് വളരെ ടഫാണ്, കോഴ്സ് ഈസി അല്ല, നമ്മൾ നാട്ടിൽ പഠിച്ച രീതിയല്ല. ഇപ്പം ഞാൻ പഠിച്ചത് കുസാറ്റിലാണ്. അപ്പം ഞങ്ങൾക്ക് എക്സാമിനെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഒരു 6-7 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. ഇവിടെ ഇപ്പം നിങ്ങൾ പഠിച്ചു, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, ബട്ട് എക്സാം കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പാസ്സാവുമല്ലോ. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. കാരണം അത് ഞാൻ വിചാരിച്ചാൽ ആദ്യം എനിക്ക് മാത്രം തോന്നുന്ന അല്ല, യൂറോപ്യൻസ് ആണെങ്കിൽ പോലും അവർ പഠിച്ച് അവർ എക്സാം കഴിഞ്ഞാൽ ചിലർ പറയും ഈസി ആയിരുന്നു എന്ന് പറയും, ചിലർ പാസ്സാവുമെന്ന് അറിയില്ല എന്ന് പറയും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ പാസ്സായിട്ടുണ്ടാവും, ജസ്റ്റ് പാസ്സൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് എയറോഡൈനാമിക്സിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 7-8 ദിവസം കണ്ടിന്യൂസ്ലി ഇരുന്നിട്ട് പഠിക്കുകയായിരുന്നു. ഫുഡ് പോലും ഞാൻ ഉണ്ടാക്കിയില്ല, ഞാൻ ഓർഡർ ചെയ്യും, അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതൊന്നും നല്ലതെന്നല്ല. ബട്ട് എക്സാം 2 മണിക്കൂറിൻ്റെ എക്സാമാണ്, 20 മാർക്കിൻ്റെ എക്സാമാണ്. പക്ഷേ നമുക്കൊരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1800 പേജസിനടുത്തുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമുക്കൊരു 15-16 ദിവസത്തെ ക്ലാസ്സിൽ അവർ തീർത്ത് നമുക്ക് എക്സാം ഇടുന്നത്. ആൻഡ് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ. അപ്പം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി അറിയെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, വിഷയം ഞാൻ പാസ്സാവില്ലേ, അത്രയും ഞാൻ എഫേർട്ട് ഇട്ടു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒരു മാർക്കിന് പാസ്സായി. അപ്പം നോക്കുമ്പോൾ ക്ലാസ്സിൽ എല്ലാവരും ആ രീതിയിലാണ് ഇത് പാസ്സാവുന്നത്. ഫെയിൽ ആവുന്ന കുറേ പേരുണ്ടാവും, പാസ്സാവുന്ന കുറേ പേരുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് കിടക്കണം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പം എത്ര വർക്ക് ചെയ്താലും ഇവിടുത്തെ എക്സാം എന്ന് പറയുന്നത് ടഫാണ്, ഇവിടുത്തെ സിലബസ് ടഫാണ്. അപ്പം നമുക്കിപ്പോൾ നാട്ടിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റീൽസ് ഒക്കെ കണ്ടില്ലേ, 10th എനിക്ക് ഫുൾ A1 ഉണ്ടായിരുന്നു, 12th എനിക്ക് 95% എബോവ് ഉണ്ടായിരുന്നു, പിന്നെ ഡിഗ്രിക്ക് എനിക്ക് കുഴപ്പമില്ലാത്ത CGP ഉണ്ടായിരുന്നു. പക്ഷേ മാസ്റ്റേഴ്സിന് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വരെ ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല. എനിക്ക് അറിഞ്ഞുകൂടെ വേറെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ്, ബട്ട് ലിയോണിറ്റി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കോഴ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അത് ഈസി അല്ല. ഓക്കെ, സോ അടുത്തതെന്ന് പറഞ്ഞാൽ ചേച്ചി അങ്ങോട്ട് പഠിക്കാൻ വരുമ്പോൾ നമുക്ക് കൂടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ വർഷം എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം വരെ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് വന്നിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനും പറ്റും, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ചിലർക്കൊക്കെ വിസേൻ്റെ അങ്ങോട്ട് ഡിലേ വരുന്നതുകൊണ്ട് 10 ദിവസത്തിനുള്ളിലും അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ചേച്ചിയും D വിസ എടുത്താൽ വന്നത്. അപ്പം D വിസ എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് സ്റ്റുഡൻറ്റിന് മാത്രമേ കിട്ടൂ, ഹസ്ബൻഡിന് കിട്ടില്ല, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ വൈഫിന് കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വരാൻ പറ്റും, ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കൂടെ കൊണ്ടുവരാൻ പറ്റും, പിള്ളേരെയും കൊണ്ടുവരാൻ പറ്റും പിള്ളേരുണ്ടെങ്കിൽ. സോ അടുത്തത് മാസ്റ്റേഴ്സിന് ഞാൻ സ്വീഡൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റേഴ്സിന് ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. ബിടെക് കെമിക്കലാണ് കഴിഞ്ഞത്. അങ്ങനെ ഓരോരോ എൻ്റെ ബ്രാഞ്ചൊന്നും പറയാൻ എനിക്കറിയില്ല. സ്വീഡൻ നല്ലൊരു ചോയ്സ് ആണ് ഇഫ് യു ആർ റിയലി ഇൻ ടു അക്കാഡമിക്സ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കോഴ്സ് എടുക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയും വന്ന് ഇവിടെ രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് എടുത്തിട്ട് നല്ലൊരു ജോലി കിട്ടണം. അത് ഇവിടെ തന്നെ ആവണമെന്നില്ല, എവിടെയാണെങ്കിലും നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ മതി, നല്ലൊരു സാലറി ഉണ്ടാവണം എന്നുള്ളതാണെങ്കിൽ, ആൻഡ് പഠിക്കാൻ ശരിക്കും നല്ല മനസ്സുണ്ടാവണം. അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബിടെക് 4 കൊല്ലം എന്നെ കൊണ്ട് പറ്റണതിൻ്റെ മാക്സിമം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് ഇവിടെ വന്നപ്പം ആദ്യത്തെ കുറച്ച് കാലം എനിക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ ആ ട്രാക്കിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ കുറേ നേരം എനിക്ക് പഠിക്കാനും കുറേ പേപ്പേഴ്സ് വായിക്കാനും ഒന്നും എനിക്ക് പ്രശ്നമില്ല. ആദ്യമൊക്കെ വന്നപ്പോൾ ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ വായിക്കാൻ അറിയുമ്പോൾ 14 പേജുള്ള പേപ്പർ അല്ലെങ്കിൽ 24 പേജുള്ള പേപ്പർ ഞാൻ വായിക്കേ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ 30 പേജുള്ള 40 പേജുകളാണെങ്കിൽ നമുക്ക് അത് സ്കിം റീഡ് ചെയ്യാൻ നമ്മൾ പഠിക്കും. സോ അതൊക്കെയാണ് ഇവിടെ വന്നിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു വ്യത്യാസം കേട്ടോ. ഉപ്സല യൂണിവേഴ്സിറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ അത് നല്ല യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ട്, നല്ല റാങ്കിങ് ഉള്ള നല്ല യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. ടഫാണോ സിലബസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എനിക്ക് ശ്വാസം മുട്ടുന്നു. So could you please let us know how do you manage breakfast, lunch and dinner? Does university provide any food cheaper cost or do we have to cook and take it along? ഓക്കെ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ കാര്യം. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. കണ്ടോ, രാവിലെ എനിക്ക് 8 മണി തൊട്ട് 10 മണി വരെ ആയിരുന്നു. ആക്ച്വലി ക്ലാസ് ആയിരുന്നില്ല, ഗ്രൂപ്പ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ എണീച്ചത് ഒരു 7:20-നാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായില്ല. അന്നേരം എനിക്ക് വിശപ്പുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും 10 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞ് 11 മണിയാകുമ്പോഴത്തേക്ക് എത്തുമല്ലോ, അപ്പം വന്നിട്ട് കഴിക്കാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ജീവിതം ഇപ്പോൾ പോകുന്നത്, വിച്ച് ഇസ് നോട്ട് നൈസ്. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, അത് എനിക്കും അറിയാം. പക്ഷെ ചില ദിവസം എനിക്ക് വിശക്കില്ല, ചില ദിവസം എനിക്ക് വിശന്നാലും എനിക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പട്ടിണി എടുക്കും. ചില ദിവസം എനിക്ക് വിശന്ന് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉണ്ടാക്കാനും ആരോഗ്യമില്ല വെച്ചാൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യും. അല്ല, ചില ദിവസം എനിക്ക് മൂഡ് വരികയാണെങ്കിൽ ഞാനൊരു 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് ഒറ്റയടിക്ക് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനെയാണ് എൻ്റെ കാര്യം. പക്ഷേ പ്രോപ്പറായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യുന്ന സ്വീഡിഷ് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ അവർ കഴിക്കണത് എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ 3 നേരം ചിയ പുഡിംഗ് ഒക്കെ കഴിച്ചാൽ അവർക്ക് ഓക്കെയാണ്. അതെങ്ങനെ എന്തൊക്കെയോ ഇലയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അവനിലൊക്കെ വെച്ചിട്ട് കഴിക്കണമൊക്കെ കാണും. പക്ഷെ അതൊന്നും എനിക്ക് വിശപ്പൊന്നും മാറില്ല. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ മീൽ കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല.
യൂണിവേഴ്സിറ്റി നമുക്ക് ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ സ്റ്റഡി സെൻറ്ററും അല്ലെങ്കിൽ സാലഡ് ഷോപ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും ചീപ്പറാന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫുഡിന് തന്നെ ഒരു 600 രൂപേനൊക്കെ അടുത്ത് വരും, ഒരു 70-80 ക്രോൺസിനൊക്കെ ഉള്ളിൽ വരും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കുട്ടികളുണ്ട് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ടത്. എനിക്ക് പിള്ളേരില്ല, പക്ഷെ ഞാൻ കേട്ടതാണ്. എനിക്കിവിടെ ഒരു ചേച്ചീനെ അറിയാം, പുള്ളിക്കാരിൻ്റെ 2 പിള്ളേർ ഇവിടെ ഉണ്ട്. അപ്പം ആ പുള്ളിക്കാരി അവരെ സ്കൂളിൽ വിടും എല്ലാ ദിവസവും, ഫുഡ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ചില ദിവസം ഈ പറഞ്ഞ പോലെ ഞാൻ കുക്ക് ചെയ്തിട്ട് വെക്കും, അത് ഞാൻ കയ്യിലെടുക്കും, എന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മൈക്രോവേവ് റൂംസ് ഉണ്ട്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹേ ദിദാസ്, ഇറ്റ് ഹാസ് ബീൻ ജസ്റ്റ് 1 month I saw your videos but became crazy when I just want to know that how friendly is Sweden for international students and also are you gonna stay in Sweden? സ്വീഡൻ എത്ര ഫ്രണ്ട്ലി ആണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളും കുറച്ച് ഓപ്പൺ ആയിരിക്കണം. ആദ്യം എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് എത്ര ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല. ഈവൻ ഇന്ത്യൻസ് ആണെങ്കിൽ പോലും നമുക്ക്, എനിക്ക് തോന്നുന്നു ഇവിടെ യൂറോപ്യൻസിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ട് ഇന്ത്യൻസ് ആയിട്ട് കമ്പനി ആവാനാണ്. കാരണം ആരും അത്ര വെൽക്കമിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ കോറിഡോറിൽ ടച്ച് വുഡ് എനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് പോയി ഇപ്പോൾ മോവയൊക്കെ ഉണ്ട്, മോവേനെ ഒന്ന് പോയി നോക്കി ചെയ്താൽ മതി, അവൾ ഇങ്ങോട്ട് വരും. എല്ലാവരും പറയുന്നു സ്വീഡിഷ് ആൾക്കാർ അത്ര ഓപ്പൺ അല്ല, പക്ഷെ അല്ല. അപ്പം ഞാനൊരു ഇടിച്ച് കയറി അവളെ റൂമിൽ പോയതാണ്. അവളന്ന് കുറച്ച് നമ്പരുന്നു, പക്ഷെ ഇപ്പം അവൾക്ക് എൻ്റെ റൂമിൽ വരാൻ, എനിക്ക് അവളെ റൂമിൽ പോകാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതുപോലെ 1-2 പേരുണ്ട്. പിന്നെ എനിക്കിപ്പം ഗ്രൂപ്പ് മീറ്റിംഗ്സിലാണെങ്കിലും കുറച്ച് സ്വീഡിഷ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവർ ആക്ച്വലി ഫ്രണ്ട്ലി ആണ്, അവർ ഫ്രണ്ട്ലി അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ അവർ നമ്മളോട് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ നാളെ നമ്മളെ പുറത്തുനിന്ന് കണ്ടാൽ അവർ ഹായ് അങ്ങനെ അവർ കാണിക്കുള്ളൂ. അത് അവരുടെ രീതിയാണ്, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അതങ്ങനെയാണ്. പിന്നെ ഞാനിപ്പം അങ്ങനെ ഓക്കെ എനിക്ക് ഫ്രണ്ട് വേണം ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടൊന്നും വിചാരിക്കാറില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. എനിക്ക് വേറെ എവിടെയോ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റാണ്. ഇവിടെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമാണ്. ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇങ്ങനെ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഹെഡ്സെറ്റ് കുത്തി നടക്കുന്ന ഒരാളൊന്നുമല്ല. ഇവിടെ വന്നേരെ എപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ ഹെഡ്സെറ്റ് കുത്തിയിട്ട് നടക്കും, എന്തെങ്കിലും സ്പോട്ടിഫൈയിൽ ഇട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഞാൻ പാട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എല്ലാവരും അങ്ങനെ നടക്കണോണ്ട് അത് അഡാപ്റ്റ് ചെയ്തതാണോ അതോ വേറൊന്നും ചെയ്യാനല്ലാതെ നമുക്ക് ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് നടക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ആൻസി ഉണ്ടാവും, അല്ലെങ്കിൽ അക്ഷരം ഉണ്ടാവും, അല്ലെങ്കിൽ ഐശ്വര്യ ഉണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അവരോട് കത്തി വെച്ച് അല്ലെങ്കിൽ തള്ളി മറിച്ചാണ് നമ്മൾ നടക്കുക. ഇവിടെ അങ്ങനെ തള്ളാനും മറിക്കാനൊന്നും ആരുമില്ല. അപ്പം നമ്മൾ പാട്ടേക്കും, എന്തെങ്കിലും ഒരു സാധനം ചെവിയിലുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാറ്, എന്തെങ്കിലും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കും, അത് കേട്ട് നടക്കും. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യാറ്. സോ ഫ്രണ്ട്ലി എന്നുള്ളതൊരു എന്താ പറയുക, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് ഇവിടെ. ആൻഡ് റീസെൻ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. ഇപ്പോൾ ദേവിക, ആതിര, അങ്ങനെ 1-2 പേരെയൊക്കെ ഞാൻ മീറ്റ് ചെയ്തു. ആൻഡ് കഴിഞ്ഞ ദിവസം ഒന്ന് ഫോൺ ചെയ്തിട്ട് സംസാരിക്കാനാണെങ്കിലും ഒന്ന് പുറത്ത് പോകാനാണെങ്കിലും വരുന്നോന്ന് ചോദിക്കാൻ എനിക്ക് 1-2 ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഇപ്പം ഞാൻ അതിൽ ഓക്കെയാണ്. പിന്നെ എനിക്ക് അത്ര അധികം സമയമൊന്നും കിട്ടണില്ല. അയ്യോ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിലപിക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. ആൻഡ് ആർ യു ഗോണ സ്റ്റേ ഇൻ സ്വീഡൻ ആഫ്റ്റർ ഗ്രാജുവേഷൻ? ഞാൻ അങ്ങനെ വലിയ ലോങ് ടേം പ്ലാൻ ഒന്നും എടുത്തിട്ട് വന്ന ആളല്ല. ചിലപ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ പിന്നെ കള്ളം പറയാൻ തോന്നിയിരിക്കും, പക്ഷെ അല്ല. ഞാനിങ്ങനെ PR വർക്ക് പെർമിറ്റോ അതൊന്നും ആലോചിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. എനിക്ക് കോഴ്സ് കഴിയണമായിരുന്നു, എനിക്കൊരു ജോലി വേണമായിരുന്നു. അതിപ്പോൾ എനിക്ക് യൂറോപ്പിൽ എവിടെ കിട്ടിയാലും ഞാൻ ഓക്കെയാണ്. അതല്ല ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാർക്കൊക്കെ പറയണ പോലെ ഇന്ത്യക്ക് അടുത്ത് ദുബായിലെല്ലാം കിട്ടുകയാണെങ്കിൽ അതും ഞാൻ ഓക്കെയാണ്. എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് എനിക്കൊരു ജോലി വേണം, നല്ലൊരു ജോലി വേണം, അത്യാവശ്യം സാലറി പാക്കേജ് ഉള്ള ഒരു ജോലി വേണമെന്നുള്ളൂ. സ്വീഡനിൽ കിട്ടിയാൽ ഞാൻ സ്വീഡനിൽ നിൽക്കും. പക്ഷെ സെറ്റിൽ ആവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഞാൻ സ്വീഡനിൽ സെറ്റിൽ ആവും. ഇനി മാറാണ്ടിരിക്കാം. എനിക്കങ്ങനെ സ്വീഡനിൽ സെറ്റിൽ ആവണം എന്നുള്ളൊരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് സ്വീഡൻ ഇഷ്ടപ്പെട്ടു, ഒരു രസമുണ്ട്. മേ ബി ഇവിടെ എനിക്കൊരു കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ട ഒരു സ്ഥലം കൂടെ ആയിട്ട്, ഞാൻ വളരെ ഒറ്റപ്പെട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടും കൂടെ ഇത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ കൊതിക്കായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയിട്ട് അതിന് വിലയില്ല എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ നല്ല ഹാപ്പിയാണ് എനിക്കിവിടെ എത്താൻ പറ്റിയല്ലോ. പക്ഷെ ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പം, അതൊക്കെ ഉണ്ട്. സോ അതാണത്. അടുത്ത് എന്താണ്, ഞാൻ സ്വീഡൻ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. നമുക്ക് സ്പൗസ് വിസ കിട്ടാൻ എത്ര ഇയർ എടുക്കുമെന്ന് പറയാം. സ്പൗസ് വിസ എടുക്കാൻ ഒരു 5-6 months ഒക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം ചിലരൊക്കെ അതിൻ്റെ മുന്നേ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതല്ല കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ പറയില്ലേ, ചേച്ചിക്കൊക്കെ ഒരേ സമയത്താണ് കിട്ടിയത്. ചേട്ടനും ചേച്ചിക്കും ഏതാണ്ട് ഒരു 10 ദിവസത്തെ വ്യത്യാസത്തിൽ എന്താണ് വിസ കിട്ടിയത്. 1 year and 2 year മാസ്റ്റേഴ്സ് എന്താണ് ഡിഫറൻസ്? 1 year and 2 year മാസ്റ്റേഴ്സ് അത് പറയുന്ന പോലെ തന്നെ ഒന്ന് 1 year കോഴ്സാണ്, ഒന്ന് 2 year കോഴ്സാണ്. ആൻഡ് ക്രെഡിറ്റ്സിലുള്ള വ്യത്യാസമാണ്. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാം 1 year കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിരിക്കും ആൻഡ് കുറച്ചും കൂടെ സാധനങ്ങൾ കുറവായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം 1 year അവർക്ക് ഒതുക്കണമല്ലോ, ആൻഡ് അതിൻ്റെ കൂടെ ഒരു തീസിസും വരുന്നുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. 1 year കോഴ്സ് എടുത്ത് വരികയാണെങ്കിൽ പേഴ്സണൽ നമ്പർ കിട്ടില്ല, കോർഡിനേഷൻ നമ്പറാണ് കിട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 1 year കോഴ്സിനും 2 year കോഴ്സിനും 1 year തന്നെ സ്റ്റേ ബാക്ക് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്.
ബട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് 2 ഇയർ കോഴ്സ് എടുക്കാനാണ്. കാരണം നിങ്ങൾക്ക് ഒരു ലോങ്ങർ സാധനം ഒരു 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 നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ, ഒരു സാധനം നമ്മൾ ഒരു കൊല്ലത്ത് പഠിക്കണതും 2 കൊല്ലത്ത് പഠിക്കണതും അങ്ങനെ ഒരു 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 വ്യത്യാസമല്ലേ. സോ അതുകൊണ്ട് ബെറ്റർ 2 ഇയർ കോഴ്സ് ആയിരിക്കും. പക്ഷെ അതല്ല, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 1 ഇയർ കോഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഇവിടെ 1 ഇയർ കോഴ്സ് പഠിക്കുന്ന. അവൻ ഹാംസ്റ്റർഡിലാണ്. അവനെ ഞാൻ ആക്ച്വലി ഡൽഹി എംബസിന്ന് വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അതിന് മുന്നേ എനിക്ക് അറിയുന്നുണ്ടായില്ല. അവനിപ്പോൾ ജോലിയിലേക്ക് കയറി. സോ അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത്രയും ക്രെഡിറ്റ്സ് ആവണം ജോലിയിലേക്ക് കയറാനൊക്കെ ഉണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ മെക്കാനിക്സ് എനിക്കറിയില്ല. ബട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ചേച്ചി ലോൺ യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് അഡ്മിഷൻ മിനിമം CGPA റിക്വയർമെന്റ്സ് വല്ലതും ഉണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അങ്ങനെ ഒരു മിനിമം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവർ ഇത്ര വേണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു 7 എങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം കൂടുതൽ കോഴ്സിന് ഇപ്പോൾ എൻ്റെ ഒക്കെ കോഴ്സിന് എനിക്ക് തോന്നും. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു കോഴ്സിന് എനിക്ക് ചെന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഭയങ്കര വിവരം. ഇപ്പോൾ യൂറോപ്യൻസ് ആണ് എൻ്റെ ക്ലാസ്സിൽ 90% ആൾക്കാരും. വളരെ കുറച്ച് ഏഷ്യൻസേ ഉള്ളൂ. അപ്പോൾ അതിൽ 2-3 ഇന്ത്യൻസും വളരെ വിവരമുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അതിബുദ്ധിമാന്മാരാണ് ക്ലാസ്സിലുള്ളത്. നമ്മളെ ഏജുള്ള ആൾക്കാരാണെങ്കിലും ഒരു കാര്യം അവർ ഗ്രാസ്പ് ചെയ്യുന്നതും അവർക്കത് മനസ്സിലാവുന്നതും അവർക്കത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അവരെ വായിന്ന് വരുന്നതും ഭയങ്കര മാജിക്കലായിട്ടൊക്കെ തോന്നുന്നു ഇടയ്ക്ക്. കൊള്ളാം ഇവരെ സ്റ്റഡി സിസ്റ്റം. പിന്നെയാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഒരാൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല വിവരമാണ്. കാരണം അത്രയും ടഫാണ് പോലും അവിടുത്തെ സിലബസ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ചോയ്സ് മാത്രമാണ് മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളത്. വേണമെങ്കിൽ മാത്രം അത്രയും പഠിക്കാൻ താല്പര്യമുള്ള മാത്രം വരുന്ന ഒരു സാധനമാണ് മാസ്റ്റേഴ്സ്. എന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ എങ്ങനെയും സെറ്റിൽ ആവുന്ന ഒരു മാസ്റ്റേഴ്സ് എടുക്കാന്ന് ഓർത്ത് വരുന്ന പോലത്തെ ആൾക്കാരില്ല. കാരണം അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. സോ അങ്ങനത്തെ ആൾക്കാർ കൂടിയാണ് നമ്മൾ പഠിക്കാം. അപ്പം അങ്ങനത്തെ ആൾക്കാർ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CGPA വെച്ചിട്ട് ഞാൻ അങ്ങനെ അളക്കാനൊന്നും നിൽക്കണില്ല. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം നമുക്കൊരു കോഴ്സിന് കിട്ടിയാൽ. അല്ലെങ്കിൽ നമുക്ക് വന്ന വഴി തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും. ഓക്കെ, Hi, sister. I would like to know more details about studying Masters in Lund University. Could you please help me with the process of applying and about fee structures? ഇതൊക്കെ ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട്. പ്രോസസ് ഓഫ് അപ്ലൈ എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലം ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുക. നമുക്ക് നമ്മൾ അപ്ലിക്കേഷൻ വെക്കാം. SOP, LOR അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വേണം. നമ്മളെ എന്താ പറയുക നമ്മളെ മാർക്ക് ലിസ്റ്റുകൾ അതെല്ലാം വേണം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ 4 കോഴ്സിനാണ് റാങ്ക് ചെയ്യാൻ പറ്റുക. റിസൾട്ട് വരും. നമുക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടിയാൽ നമുക്ക് പിന്നെ വിസ പ്രോസസ്സിങ്, ബയോമെട്രിക്സ്, പാസ്പോർട്ട് വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്താം. ഇതാണ് മെയിനായിട്ട് ഫീസ് സ്ട്രക്ചർ. ഞാൻ പറഞ്ഞ ഓരോ കോഴ്സിനും ഡിപ്പെൻഡ് ചെയ്യും. എൻ്റെ 45 lakhs ആണ് ഇൻക്ലൂഡിങ് ലിവിങ് എക്സ്പെൻസ്. ഫീസ് മാത്രമായിട്ട് 2 ഇയർ കോഴ്സിന് എനിക്ക് 25 lakhs ആണ്. ഓക്കെ ഒരു സെറ്റ് കഴിഞ്ഞു. ഇപ്പം തന്നെ 28 minutes ആയി. ഇനി കുറേ വന്നിട്ടുള്ളത് പാർട്ട് ടൈം റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് ടൈം ജോബ്സ് അവിടെ എങ്ങനെയുണ്ട്? 1 ഇയർ കോഴ്സ് എടുത്ത ഇഷ്യൂസ് ഉണ്ടോ? പാർട്ട് ടൈം കിട്ടാൻ ഡിഫിക്കൽട്ട് ആണോ? അവിടെ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? സോറി ടു ആസ്ക് ഹൗ യു മീറ്റ് യുവർ എക്സ്പെൻസ്. ലൈക്ക് ഡു യു ഹാവ് എൻ പാർട്ട് ടൈം ജോബ്? യു വർക്ക് അലോങ് വിത്ത് സ്റ്റഡീസ് ഓർ ജസ്റ്റ് സ്റ്റഡീസ് നൗ? പാർട്ട് ടൈം ചെയ്തിട്ടാണോ ലിവിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്? ആൻഡ് പ്ലാനിങ് ടു സ്റ്റഡി? പാർട്ട് ടൈം ചെയ്യാൻ ജോബ് ഒക്കെ നല്ലതാണ്. ലൈക്ക് മൈ ഏജൻസി സെഡ് ഐ ക്യാൻ ഏൺ അറൌണ്ട് 130 to 146 per hour. Is that real? പാർട്ട് ടൈം ജോബിനെ പറ്റി പറയുമ്പോൾ ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കോഴ്സ് 5 ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് സാറ്റർഡേ സൺഡേ അതിൻ്റെതായിട്ടുള്ള വർക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാനൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ അത് ഫുള്ളായിട്ട് എടുക്കേണ്ടിയൊന്നും വരില്ല. എനിക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നേരെ ഈ ഒരു അവസ്ഥ മനസ്സിലായേരെ ഞാൻ എൻ്റെ മനസ്സിനല്ല, ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് പറ്റില്ല. പാർട്ട് ടൈം ഇതും കൂടെ ചെയ്താൽ ഞാൻ കോഴ്സ് ഫെയിൽ ആവും. ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ ഒരു ലോങ് റണ്ണിലേക്കാണല്ലോ എല്ലാം നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാരൻസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ജോബ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒന്നുമില്ല പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്. വളരെ ഒരു 3-4 ആൾക്കാരൊക്കെ എനിക്ക് അറിയുന്നവർ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുള്ളൂ. എൻ്റെ കോഴ്സ് പഠിക്കുന്ന ആരും ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നില്ല. ലുണ്ടിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഞാനത് അന്വേഷിച്ച് തുടങ്ങിയില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ലുണ്ടിലൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം. ചിലർക്ക് സ്വീഡിഷ് ആവശ്യം ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ തമിലിയൻസിനൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയൊന്നും എന്തായാലും സ്വീഡിഷിൻ്റെ ആവശ്യമില്ല. ആൻഡ് എൻ്റെ ഏജൻസി പറഞ്ഞു 130 to 146 per hour. അത് സത്യമാണ്. ശരിക്കും അത്രയും കിട്ടണം. പക്ഷേ എല്ലാ ആൾക്കാർക്കും അത്രയൊന്നും കിട്ടുന്നില്ല. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സിന് അത്രയും കിട്ടാണ്ട് വർക്ക് ചെയ്യുന്നവരും എനിക്കറിയാം. സോ അതൊന്നും റിയൽ അല്ല. ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർക്ക് കിട്ടിച്ചു, ഇപ്പോൾ TA ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂട്ടർ ആയിട്ടൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. കാരണം അത് യൂണിവേഴ്സിറ്റിക്കാരാണ് തരുന്നത് അല്ലെങ്കിൽ പ്രൊഫസറാണ് തരുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് അത്ര ഈസി ആണെന്ന് എനിക്ക് തോന്നണില്ല. സോ അതാണ് അതിനെപ്പറ്റി. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സോ പാർട്ട് ടൈമിൻ്റെ കാര്യം കഴിഞ്ഞ് അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ മനസ്സിൽ ഉറപ്പിക്കുക പാർട്ട് ടൈം എന്തായാലും കിട്ടുമെന്നൊന്ന് വിചാരിച്ച് വരരുത്.
കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള അവസ്ഥയിൽ. പക്ഷെ കുറച്ചും കൂടെ നോർത്തിലേക്കൊക്കെ ഹാംസ്റ്ററിലൊക്കെ പഠിക്കുന്ന കുറേ പേരൊക്കെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോഴ്സ് എൻക്വയറി വന്നിട്ടുണ്ട്. ഓക്കെ, സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സ് ഉണ്ടോ അവിടെ, ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഉണ്ടോ, MSc ബയോടെക്നോളജി കഴിഞ്ഞവർക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, 1 year കോഴ്സ് എടുത്ത് വന്ന പ്രോബ്ലംസ് നമുക്ക് സ്പൗസ് കൂടെ വരും. അങ്ങനെ കോഴ്സ് എൻക്വയറി ഒന്നും പറയാൻ ഞാൻ ആരുമല്ല. കാരണം ഞാൻ നോക്കിയിട്ടുള്ള കോഴ്സ് സസ്റ്റൈനബിലിറ്റി ആണ്, സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ കഴിഞ്ഞത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽഡ് മാത്രമേ അറിയൂ. സ്പോർട്സ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സൈറ്റ്സ് ഞാൻ താഴെ ഇടാം. നിങ്ങൾ എന്നെ സമയം എടുത്ത് നോക്കുക. നിങ്ങളൊരു ഏജൻസി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലും നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാം നെറ്റിൽ അടിച്ചൊക്കെ കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് അത് നോക്കുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കോഴ്സസും ഇവിടെ ഉണ്ടാവേണ്ടതാണ്. സ്പോർട്സ് മാനേജ്മെന്റ് കോഴ്സസ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ലുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എന്തായാലും ഉണ്ടാവും. സ്വീഡനിൽ ഉണ്ടാവാണ്ടിരിക്കില്ല. ഡിപ്ലോമ കോഴ്സസിൻ്റെ കാര്യം ഇല്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. ഡിപ്ലോമ കോഴ്സസ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് കാനഡയിലൊക്കെയാണ്. ഓക്കെ, PR-നെ പറ്റിയിട്ടാണ് കേട്ടോ. മാസ്റ്റേഴ്സിന് സ്റ്റുഡൻറ് വിസയിൽ വന്നാൽ PR പ്രൊസീജിയർ എങ്ങനെയാണ്, എത്ര ഇയർ എടുക്കും, റിക്വയർമെന്റ്സ് ഒന്ന് പറയാമോ? അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത് നോക്കി നിങ്ങൾക്ക് വായിച്ചു തരാം. പണ്ടൊക്കെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട പ്രകാരം നമുക്ക് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമുക്ക് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം പുതിയ ഗവൺമെന്റ് വന്നു, കഴിഞ്ഞ കൊല്ലം പുതിയ ഗവൺമെന്റ് വന്നത്. അപ്പോൾ ഇപ്പം കറന്റ് 27,360 ക്രോൺസ് സാലറി ഉള്ള ഒരു ജോബ്, മന്ത്ലി സാലറി ഉള്ള ഒരു ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാറ്റം വരാൻ തോന്നുന്നു. 34,000 ക്രോൺസ് ആവാൻ പോകുന്നൊക്കെ കേട്ടു. അപ്പോൾ 4 years നമുക്ക് വർക്ക് പെർമിറ്റിൽ നിന്നാൽ മാത്രമേ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അതിലും മാറ്റം വന്നു. 4 years വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടിച്ചോ. നമ്മൾ 4 years വർക്ക് പെർമിറ്റിൽ നിന്നു. പിന്നെ നമുക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വർക്ക് പെർമിറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യാം. PR എന്നുള്ളത് ഒരു ഓപ്ഷൻ പോലെയായി. പിന്നെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മൾ 4 years കഴിഞ്ഞ് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യണമെന്നുണ്ട് വെച്ചോ. നമ്മളെ കൂടെ സ്പൗസ് ഉണ്ട്. സ്പൗസിന് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ജോലി വെച്ചിട്ട് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ 4 year വർക്ക് പെർമിറ്റ് PR കൂടെ കിട്ടിയാലേ മാത്രമേ നമുക്ക് പാസ്പോർട്ട് കിട്ടുള്ളൂ, ഇവിടുത്തെ സ്വീഡിഷ് പാസ്പോർട്ട് കിട്ടുള്ളൂ. ഈ ഒരു മാറ്റത്തിന് കാരണം എന്ന് വെച്ചാൽ സ്വീഡൻ ഇനി നോക്കുന്നത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ്. അവർ വൈറ്റ് കോളർ ജോബ്സ് മാത്രമാണ് നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം അത്രയും ഒരു സാലറി മന്ത്ലി കിട്ടണമെങ്കിൽ ഒരു നല്ല ജോലി ആയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് അത്രയും ജോലി കിട്ടും, അല്ല ഒരാൾക്ക് അത്രയും പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മൈഗ്രേഷൻ ഏജൻസിൻ്റെ സൈറ്റിൽ നോക്കിയാൽ കാണാം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ അതാണ് PR-ൻ്റെ കാര്യം. പിന്നെ PhD ചെയ്യുകയാണെങ്കിലും നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ PhD ജോബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് PhD ചെയ്യുകയാണെങ്കിൽ അതൊരു ജോലിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണം ആക്ച്വലി. അത് കഴിഞ്ഞാലും നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാം കേട്ടോ. 1 year കോഴ്സിന് 1 year സ്റ്റേ ബാക്ക് കഴിഞ്ഞു. സ്റ്റേ ബാക്ക് പീരീഡ് 1 year കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അതെനിക്കറിയില്ല. 1 year കോഴ്സിന് ഓൾറെഡി ഒരു കൊല്ലം നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ജോലി ഇല്ലാണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അപ്പോഴത്തേക്ക് ഒരു വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ആവേണ്ടി വരും. അല്ലാണ്ട് എങ്ങനെയാ, അല്ലാണ്ട് എന്തെങ്കിലും അപ്പോഴത്തേക്ക് മാറ്റം വരുമെന്നൊന്നും എനിക്കറിയില്ല. റൈറ്റ് നൗ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേര് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല. സ്റ്റേ ബാക്ക് ഫോർ 1 year and 2 year കോഴ്സസ്. 1 year കോഴ്സിനും 1 year ആണ്, 2 year കോഴ്സിനും 1 year ആണ്. അപ്പം 2 year കോഴ്സ് എടുത്ത് വന്നാൽ 3 കൊല്ലം ഇവിടെ നിൽക്കാം, 1 year കോഴ്സ് എടുത്ത് വന്നാൽ 2 കൊല്ലം ഇവിടെ നിൽക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ആവണം കേട്ടോ. സോ അതാണ് ഈ PR റിലേറ്റഡ് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലോൺ റിലേറ്റഡ്. ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. മാൽമോ യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ് ചെയ്യണമെന്നുണ്ട്. പെർ ഇയർ 14 lakhs ആണ് ഫീസ്. ലോൺ എടുത്ത് വരൽ ബാഡ് ഐഡിയ ആണോ? അതേ കുട്ടി തന്നെ ഞാനിപ്പോൾ 12th ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, 3 year it will be around 42 lakh. ഞാൻ ഒരിക്കലും ഒരു ബാച്ചിലേഴ്സിന് ഇങ്ങോട്ട് വരാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ബാച്ചിലേഴ്സിന് വരിക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ തുഴയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആരുമില്ല അതിൽ പറയാനും വേണ്ടിയിട്ട്. പക്ഷേ പാർട്ട് ടൈം കിട്ടും. അപ്പോൾ എനിക്ക് ഈ എടുത്തിട്ടുള്ള ലോണൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണ ഏജൻസി പറയുന്നത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്നായിരിക്കില്ല എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ സീനിയേഴ്സ് ആയിട്ട് ഏതെങ്കിലും മലയാളീസ് ഉണ്ടോ നോക്കുക, അവരെ അല്ലെങ്കിൽ ഇന്ത്യൻസ് എങ്കിലും ഉണ്ടോ നോക്കുക. അവരുടെ ഒരു പ്യോർ പെർസ്പെക്റ്റീവ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളോട് മാത്രമല്ല, ഒരു 4-5 ആൾക്കാരോട് സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതിനൊക്കെ ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ആൻഡ് ഒരു BTech പഠിക്കാൻ വേണ്ടിയിട്ട് 42 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ട് ഒരു പുതിയ രാജ്യത്തേക്ക് വരുമ്പം സർവൈവൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ബാച്ചിലേഴ്സിന് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ശീലം ഉണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ ഇവിടെ വന്നിട്ടും ഞാൻ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പഠിക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ് എനിക്ക് സ്ട്രെയിറ്റ് ജോലിക്ക് നോക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ജോലി കിട്ടുമായിരിക്കും കേട്ടോ, ഇവിടെ തന്നെ ബാച്ചിലേഴ്സ് കഴിയുമ്പോൾ. പിന്നെ ബാച്ചിലേഴ്സിന് എത്രത്തോളം ബാച്ചിലർ കോഴ്സസ് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലുണ്ടെന്നുള്ളത് എനിക്കറിയില്ല.
അതാണത്. അപ്പം ലോണിൻ്റെ കാര്യം, ലോണിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഇനി വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് IELTS ഓർ PT മാൻഡേറ്ററി ആണോ ഫോർ BTech സ്റ്റുഡൻസ്, BTech കഴിഞ്ഞവർക്ക് IELTS മാൻഡേറ്ററി ആണോ, IELTS മാൻഡേറ്ററി ആണോ, അങ്ങനത്തെ IELTSന്റെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, IELTS മാൻഡേറ്ററി ആണ്. കഴിഞ്ഞ വർഷം മുതൽ IELTS മാൻഡേറ്ററി ആക്കി. പക്ഷേ യോൺ ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിൽ BTechകാർക്ക് IELTS വേണ്ടാന്ന് ഞാൻ കേട്ടു. എഗെയിൻ ഞാൻ കേട്ടതാണ്. സോ നിങ്ങളത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ IELTS എടുക്കാൻ സമയമൊക്കെ ഉണ്ടെങ്കിൽ IELTS എടുത്ത് വെക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അതൊരു എക്സാം ആണല്ലോ. ചില യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് റിക്വയർമെന്റ് ചോദിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിൽ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇത് കാണിച്ചത് എന്തായിരുന്നു, ഞാൻ എൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണല്ലോ ഞാൻ BTech പഠിച്ചത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ 12th ഇംഗ്ലീഷിൻ്റെ മാർക്കും വെച്ചു, എനിക്ക് തോന്നണം. യെസ്, ഇപ്പം പണ്ട് UK യൂണിവേഴ്സിറ്റീസ് ഒക്കെ എങ്ങനെയായിരുന്നില്ലേ, 12th ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വേവറൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇംഗ്ലീഷിൻ്റെ ഇത് ഉണ്ടെങ്കിൽ. സോ അതാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി വന്നിട്ടുള്ളത് ഒരെണ്ണം, ഇവിടെ വന്നതിന് ശേഷം ബെറ്റർ ആൻഡ് വേഴ്സ് ആയ കാര്യം. ബെറ്റർ ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആസ് എ പേഴ്സൺ നന്നായിട്ട് ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. പക്ഷെ അറ്റ് ദ സെയിം ടൈം വേഴ്സ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് കുറച്ച് വേഴ്സ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് കൈവിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒരു കടിഞ്ഞാണിട്ട് പിടിക്കേണ്ടത്. ബട്ട് ചില സമയത്ത് ഭയങ്കര ലോസ്റ്റ് ആയ ഫീലാണ്, വിഷമം വരും, സ്ട്രെസ് കൂടും, ആൻസൈറ്റി കൂടും. ആൻഡ് അപ്പോഴൊക്കെ ആ പറയണത് 100% മനസ്സിലാക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് കൂടെ വരുമ്പം ആ ഒരു ഇൻറ്റൻസിറ്റി കൂടും. അത് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല, ബട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ എനിക്കൊന്ന് സംസാരിക്കാം, ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒക്കെ വിചാരിക്കും. ഡു യു റിഗ്രറ്റ് ദ ഡിസിഷൻ ഓഫ് ദിസ് മാസ്റ്റേഴ്സ്? ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള സമയമുണ്ട്. ഇവിടെ വന്ന് 6 മാസത്തിനുള്ളിൽ വരണ്ടായിരുന്നു, ചെയ്യേണ്ടായിരുന്നു, നാട്ടിലൊരു ജോലി നോക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ദുബായിലോ എവിടെയെങ്കിലും ഒരു ജോലി നോക്കിയാൽ മതിയായിരുന്നു. BTech കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ടെൻഷൻ തലയിലെടുത്ത് വെക്കേണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടില്ല, ഞാൻ കള്ളം പറയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എനിക്കിവിടെ കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളത്. അതും അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ നല്ല പ്രൊഫസേഴ്സ് നമുക്ക് ക്ലാസ് എടുക്കുന്നു, ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ്, നമുക്ക് സ്റ്റഡി വിസിറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ലക്കിയാണ് ആക്ച്വലി, എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ എടുക്കും. അതുകൊണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ എനിക്ക് റിഗ്രറ്റ് വന്നിട്ടുള്ള 1-2 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കായി ആലോചിക്കുമ്പോൾ ഞാനത് ചെയ്യണ്ടായിരുന്നു എനിക്ക് തോന്നും. മേ ബി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൂട്ടുണ്ടെങ്കിൽ അപ്പം ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഫ്രണ്ടിന് ഒരുമിച്ച് വരാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പം ചെയ്യായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ വലിയൊരു പ്രാർത്ഥിക്കണ ആളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ എന്നും പ്രാർത്ഥിക്കണ ഒരു കാര്യം, അടുത്ത വർഷം ഈ ഓഗസ്റ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് ഇവിടെ എത്താൻ പറ്റണേ എന്നുള്ളതാണ്. അതും ആൾക്ക് ഇവിടെ ലുണ്ട് യൂണിവേഴ്സിറ്റി തന്നെ കിട്ടണേ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. സോ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് അറിഞ്ഞോളൂ അത് എങ്ങനെയായിരിക്കും. ഒക്കെ എന്തായാലും ഒക്കെ ഈ കൊല്ലം ഇവിടെ എത്താൻ പറ്റട്ടെ, കാരണം അവൾ കഴിഞ്ഞ കൊല്ലം കുറേ ആഗ്രഹിച്ചാണ്. സോ അതുകൊണ്ട് അങ്ങനെ അതാണ്. റിഗ്രറ്റ് ഒന്നും ചെയ്യില്ല, ബട്ട് ചില ദിവസം എനിക്ക് വിഷമം വരാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാം. സോ കുറേ കാര്യങ്ങളൊക്കെ കവറായി തോന്നുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.